ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? നമ്മളിവിടെ പുളിച്ചക്കീര, നമ്മളെ നാട്ടിലത്തെ പുളി വെണ്ടക്കൻ്റെ ഇലൻ്റെയൊക്കെ മാതിരിയാണ് കേട്ടോ. പക്ഷെ ഇത് വേറൊരു കളറാണ്. അത് ഉണ്ടാക്കണം, നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നതാണ് മക്കളെ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കി, വെറുതെ കളയണ്ട. നല്ല ടേസ്റ്റാണ്, തടിക്കും നല്ലതാണ്. അപ്പോൾ അതിക്ക് വേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ വെച്ചിരിക്കുന്നത് കേട്ടോ. തക്കാളിയും പച്ചമുളകും 4 ഉള്ളിയും കുറച്ച് വെളുത്തുള്ളി ഒക്കെ വേവിച്ചിങ്ങാണ്ട് അതിക്കണിട്ടിങ്ങാണ്ട് നമ്മൾ ഈ ഇലയും നല്ലോണം വേവിക്കുക. നമ്മളിപ്പോൾ ഇത് കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ ഒരു 3 വിസിലടിച്ചിങ്ങാണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഇല മാത്രം മതിയിട്ട് അതിൻ്റെ വെള്ളം വേണ്ട കേട്ടോ. വെള്ളം കൂട്ടിയാൽ പുളി കൂടും. അപ്പോൾ ആ വെള്ളം ഇങ്ങോട്ട് ഒഴിവാക്കണം. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടോക്കി. കണ്ട് ഇതേമാതിരി നമ്മളെ നാട്ടിലുണ്ട് പുളി വെണ്ടക്കൻ്റെ ഇല. അത് ഞാൻ അവിടെ തൈ കൊണ്ടുവന്ന് ഉണ്ടാക്കിങ്ങാണ്ട് ഞാൻ അതിന്മേൽ ഉണ്ടാക്കിനും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റുമാണ്, തടിക്ക് നല്ലതുമാണ് കേട്ടോ. പക്ഷെ ഉണ്ടാക്കണ രീതി ശരിയായി കിട്ടണം, അതാണ്. പിന്നെ ഇതിങ്ങനെ ഉണ്ടാക്കിങ്ങാണ്ട് നല്ലെണ്ണ നല്ലോണം ഒഴിച്ചിങ്ങാണ്ട് അങ്ങനെ കുഴച്ച് തിന്നാൽ നല്ല ടേസ്റ്റുമാണ്, നല്ലതുമാണ്. ഇനി അതവിടെ വിസിലടിച്ചിട്ട് ഒരു 3 വിസിലടിച്ചതിന് ശേഷം നമുക്ക് പിന്നെ അടുത്ത പണി ചെയ്യുമ്പോൾ അപ്പോൾ അതാ വെന്തു. ഇനി നോക്കുകയാണെ ഇനി ഇതിൻ്റെ വെള്ളമില്ലാതെ അങ്ങോട്ട് ഊറ്റിയെടുക്കുക. അപ്പം തന്നെ നല്ലോണം കുഴഞ്ഞു വെന്തിക്കണം കേട്ടോ. പക്ഷെ എന്നാലും ഇത് ചൂടാറിയാൽ ഇതിനങ്ങോട്ട് ജീവൻ വെക്കും. ബലം വെച്ചിങ്ങാണ്ട് ഇതാവും, കാരണം പുളിൻ്റെ സാധനമല്ലേ. പക്ഷേ ആ സമയം നമ്മളിങ്ങനെ ഈ വെള്ളം കൊണ്ട് ഒഴിവാക്കിയാണ്ട് എടുത്താൽ ഇതിമ്പോൾ പുളി ഉണ്ടാവില്ല, കൂടുതൽ പുളിയൊന്നും ഉണ്ടാവില്ല. ആ പുളീനെ ഒതുക്കാനാണ് കേട്ടോ ഈ പുളിയും തക്കാളിയൊക്കെ ഇട്ടിക്കണത്. അപ്പം അത്ര പുളിയും തോന്നൂല. പക്ഷെ ഇത് ഇടാതെ ആണെങ്കിൽ നല്ല പുളി തോന്നും. മുഴുവൻ വടിച്ചെടുത്തങ്ങാണ്ടേ കടയണം. മന്തങ്കോല് വെച്ച് ഇങ്ങനെ കടയണം നന്നായിട്ട്. അപ്പോൾ അതാ ഒരു തുള്ളില്ലാതെ കൊണ്ട് ഒഴിവാക്കിയെടുക്കുക. അല്ലെങ്കിൽ മേത്തേക്ക് തെറിച്ചും കടയുമ്പോഴേ. അതുമല്ല അതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമല്ല. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ മേത്തേക്ക് തെറിച്ചും ചെയ്യും. ഇവിടെ സാമ്പാറിന് പരിപ്പ് ആക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ചട്ടിയിലിട്ടിങ്ങാണ്ട് കടഞ്ഞിങ്ങാണ്ടാണ് എടുക്കുക. ഞാൻ കുക്കറിൽ നല്ലോണം വിസിലടിച്ചിങ്ങാണ്ട് നല്ലോണം വേഗം ഇതാക്കിങ്ങാണ്ടേ ഞാൻ ആ കുക്കറിൽ വെച്ചാണ്ട് മന്ദം കൊലച്ചാണ്ടൊന്നും ഇതാക്കും. ഇനി അപ്പോൾ അതാ നമ്മൾ കടയാണ്, കടഞ്ഞെടുക്കട്ടെ. എളുപ്പമുണ്ട്, നല്ലോണം വെന്തതാകൊണ്ട് വേണ്ട ഇതാകാൻ. എന്നാലിത് കുറേ നേരം അടിച്ചെടുക്കണം. പിന്നെ അതേമാതിരി തന്നെ ഇതിലേക്ക് കടുർത്തുങ്ങാണ്ട് അതൊഴിച്ചിങ്ങാണ്ട് നല്ലോണം കടഞ്ഞെടുക്കണം. എന്നിട്ട് അത് മാത്രം വെച്ചിങ്ങാണ്ട് ചോറ് കുഴച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ചോറിന് തന്നെ പറ്റുള്ളൂ കേട്ടോ, വേറെ ഒന്നിനും പറ്റില്ല. പിന്നെ നമ്മൾ ചമ്മന്തി കൂട്ടണ മാതിരി കൂട്ടാം, കാരണം നല്ലോണം അത്യാവശ്യം എരിവും പുളിയൊക്കെ ഉണ്ടാവും. ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് വേറെ കറിയൊന്നും വേണ്ട. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ എൻ്റെ കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തോണ്ടി. അതേമാതിരി തന്നെ നിങ്ങൾ ആ ലൈക്ക് അടിച്ചിങ്ങാണ്ട് കാണാൻ ശ്രമിക്കോണ്ടി. ലൈക്ക് അടിച്ചാനും ഇതിനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നവിടെ കമൻറ്റ് ചെയ്തോണ്ടി. അപ്പോൾ അതാ ഇങ്ങനെ നല്ലോണം സ്പീഡിൽ കടയണം. പുതിയ കാക്കണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പര് കടഞ്ഞു തരും. ഇനി ഇത് നമുക്കൊന്ന് കടുർക്കണം കേട്ടോ. നല്ലോണം കുറച്ച് എണ്ണ വെച്ചിങ്ങാണ്ടേ ഉണക്കൽ മുളകും ഇതിൽ പച്ചമുളക് ഇട്ടത് ഒരു കുറവാണ്, കാരണം പുളിയല്ലേ, എത്ര മുളക് ഇട്ടാലും കാണൂല. എന്നാൽ കൂടുതലായാലും ഗതികേടാണ്. അപ്പോൾ അതാ കുറച്ച് ഉണക്കൽ മുളകും കടുകും ഇട്ടുങ്ങാണ്ട് ഒന്നിന് കടുർത്തെടുക്കട്ടെ. 2 അണി ജീരകം ഇട്ടെടുത്തിക്കണം കേട്ടോ. 2 അണി ചീരൻ്റെ ഒപ്പം
എന്തൊരു ചീരക്കും നമ്മൾ രണ്ടണി ജീരകം ഇട്ടാൽ ഒരു ടേസ്റ്റാണ്. അതങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എണ്ണയിൽ വറുത്തുങ്ങാണ്ട് പിന്നെ അതിൽ പുതർന്നുങ്ങാണ്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ തിന്നണതിൻ്റെ ഒപ്പം ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതോടെ കടുർത്ത് ഒഴിച്ചിക്കണം കേട്ടോ. ഞാൻ നന്നായിട്ടൊന്ന് കടഞ്ഞങ്ങാണ്ടേ അവിടെ കൂട്ടിയാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കഞ്ഞിൻ്റെ വെള്ളം ചോറ് ഊറ്റിന കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടാവില്ലേ, അതെടുത്തുള്ളി കൊണ്ട് ഒഴിച്ചിങ്ങാണ്ട് ലൂസാക്കിക്കൊള്ളുകൊണ്ടേ അത്ര തന്നെ. അപ്പം നമ്മളിത് രണ്ടായിട്ട് ചോറാണ് വേവിച്ചട്ടെ. നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കളർ തന്നെ ഒരു നല്ല രസമാണ്, പച്ച കളറായിട്ട്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കളെ. നിങ്ങളൊന്നും ഉണ്ടാക്കിങ്ങാണ്ട് തിന്ന് നോക്കോണ്ടി. നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ കളർ കിട്ടൂല, പക്ഷേ പുളിവെണ്ടക്കൻ്റെ ഇലയാണ് ഇത് സംഭവം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.